പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കും കേട്ടോ. ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയാ നടക്കും തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ കരുതി മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറും. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല ഇതാര്? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാപ്പ് കൊടുത്തു ശാന്തം? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി. പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. വരട്ടെ. ഓക്കെ വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകൂടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കത്തും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികള്. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്കു പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്ര. പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? എനിക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം. ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെയാണ്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കൂട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളന്നൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തിന്നാനാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടി? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. വണ്ണം കുറയുന്നില്ലല്ലോ. അതെങ്ങനെ പറയാനാ? നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ? എന്താ ഇവിടെ? പോയി ജോലി. ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തുപോയാ പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷ?
ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കിക്കൊല്ലുന്നതിനുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളുള്ള ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടല്ലോ. ഇനി 5 മാസം 5 ദിവസം. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിന് സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയായും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യിൽ കിട്ടിയ കൊടുവാളെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു. തന്റെ പാട്ട് ഇന്നലെ വളരെ മോശമായി. അന്ന് ഫൈൻ ആർട്സ് ഹോളിൽ പാടിയതുപോലെ ഇതുവരെ ഒരിടത്ത് കേട്ടിട്ടില്ല. സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന് ഗോഷ്ടി കാണിച്ചാൽ പിന്നെ ഇങ്ങനെ പാട്ട് നന്നാവുന്നത്? ആ, നമുക്ക് അവിടെ പോയി ഒരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, തണുത്തൊന്നും എനിക്ക് വേണ്ട. ഓ, പാട്ടുകാരിയല്ലേ, തണുത്തത് കഴിച്ചാ തൊണ്ട പോവുമായിരിക്കും. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് കുവൈറ്റിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയിലെ ബിസിനസ് എക്സിക്യൂട്ടീവ്. 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അതുവരെ ഈ ബാങ്കിലെ ജോലി തുടരാമെന്ന് വിചാരിച്ചു. എന്തിനാ സതീഷ് ഇത്രയും ദൂരെയൊക്കെ പോകുന്നത്? ഇപ്പോഴുള്ള മാനേജർ ഉദ്യോഗം പോരെ? അതിനെന്തോ ഒരു കുറവ്? എടി പെണ്ണേ, എനിക്ക് കുവൈറ്റിൽ കിട്ടിയിരിക്കുന്ന ജോലി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആ, നീ വിഷമിക്കാതെ. അവിടെ പോയാൽ എന്നെ കാണാൻ പറ്റില്ലെന്നായിരിക്കും. ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞ് ഞാനിങ്ങ് വരത്തില്ലേ? എന്നിട്ട് നിന്നെയും കൂട്ടി ഒരു പോക്കുണ്ട് കുവൈറ്റിലേക്ക്. മിസ് ശ്രീദേവിയായിട്ടല്ല, മിസ് സതീഷായിട്ട്. ഹണിമൂണൊക്കെ അവിടെ.